2000-ഓളം പേര് പങ്കെടുക്കുന്ന കല്യാണം. അപ്പോൾ കല്യാണത്തിൻ്റെ ആ കതിർ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ അച്ഛനോട് ചെറുക്കൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 10 ലക്ഷം രൂപ തന്നു, 100 പവൻ തന്നു, അതിപ്പോൾ പോരാ, ഒരു കാറിൻ്റെ അഡ്വാൻസും കൂടി തരണം, ചെക്ക് എഴുതി തരണം എന്ന് പറഞ്ഞു. ഇയാളൊന്ന് തകർന്നു. വിലപേശിയ 10-15-20 വർഷമായി ഇത് നടന്നിട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയോട് അച്ഛൻ പറഞ്ഞു, മോളെ, അപ്പോൾ ഇയാൾക്കൊരു സങ്കടമായി, ഇയാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടി പെൺകുട്ടിയോട് പോയി പറഞ്ഞു, മോളെ, ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെ വിലപേശുന്നുണ്ട്, കാറും ചോദിക്കുന്നുണ്ട്. ഇപ്പം അടുത്തൊരു പ്രശ്നം ഉണ്ടായില്ലേ, നമ്മളൊക്കെ വായിച്ചല്ലേ കാറിൻ്റെ, ഇതിൻ്റെ മുമ്പത്തെ വർഷം. അപ്പോൾ ഈ കുട്ടി അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ അവർ കാറ് ചോദിച്ചോ അച്ഛാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ പേടിക്കണ്ട, അച്ഛൻ കാറ് കൊടുക്കും, മോള് ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ. അപ്പോൾ അച്ഛനോട് ഇവിടെ പറഞ്ഞേ, മോളെ എനിക്ക് കാറ് അച്ഛാ കാറല്ല വേണ്ടത്, അച്ഛൻ്റെ മൊബൈൽ ഇടുതാ ഇത് പറഞ്ഞു. എന്നിട്ട് മൊബൈൽ വാങ്ങിച്ചു. ഇത് ഉണ്ടായ കഥയാ. എന്നിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവൾ ഫോൺ ചെയ്തു. ഇത് പറഞ്ഞു, SI സാർ, ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എൻ്റെ അടുത്തുനിന്ന് എൻ്റെ അച്ഛനോട് വിലപേശിയിട്ട് ചെറുക്കൻ്റെ വീട്ടുകാർ ചോദിക്കുന്നു, സാറ് വരണം, ആ ചെക്കനെ അച്ഛനെ അറസ്റ്റ് ചെയ്യണം സാർ. ഞെട്ടി. ഇന്ത്യയിൽ അന്ന് വരാൻ നടന്നിട്ടില്ല ആ സാധനം. അവർ ഞെട്ടി വന്നു. SI വന്നപ്പോൾ കുട്ടി പറഞ്ഞു, അറസ്റ്റ് ദം. എന്നിട്ട് ആ കുട്ടി ഒരു ഡയലോഗ് പറഞ്ഞു, എന്നെ വേണ്ടവരാ കല്യാണം കഴിക്കണം, കാറല്ല. മനസ്സിലായോ? ഓരോ പെൺകുട്ടി എന്തുണ്ടായിന്ന് അറിയോ ആ പെൺകുട്ടിയുടെ കഥ. ആ പെൺകുട്ടി ഈ വാർത്ത എല്ലാ സ്ഥലത്തും അറിഞ്ഞു. ന്യൂസ് ചാനലുകളൊക്കെ ആഘോഷമാക്കി. എല്ലാ ന്യൂസ് ചാനൽ ഇൻ്റർവ്യൂ. ഫെയർ ആൻഡ് ലവ്ലി കമ്പനി ആ കുട്ടിയുടെ വീട്ടിലെത്തി. എന്നിട്ട് പരസ്യ മോഡലാകാൻ ക്ഷണിച്ചു. ആ ഫെയർ ആൻഡ് ലവ്ലിയിൽ പരസ്യ മോഡൽ. ഇന്ത്യ മുഴുവനും ആ പെൺകുട്ടിയുടെ പടം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്തി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ മുമ്പിലെ അവസ്ഥ എന്തെന്നറിയോ? ചെറുക്കന്മാരുടെ അച്ഛന്മാർ ക്യൂ നിൽക്കുക. എൻ്റെ മോനെക്കെട്ടു പ്ലേസ്, കളക്ടറാണ് പ്ലേസ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ, നോക്കട്ടെ പറയാം. മനസ്സിലായോ? കാറിൻ്റെ പിന്നാലെ പോയാൽ എന്താകുമായിരുന്ന അവസ്ഥ? പറയേ, നിങ്ങൾ നിങ്ങളെ ഐഡൻറ്റിറ്റിയെ വിശ്വസിക്കുക.